മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS സത്യപ്രതിജ്ഞ ചെയ്തു. ദേവസ്വം ബോർഡ് അംഗമായി കെ രാജു ചുമതല ഏറ്റെടുത്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം വകുപ്പ് മന്ത്രി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ദേവസ്വം ബോർഡ് അംഗമായ കെ രാജു ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗമായി കെ രാജുവും ചുമതലയേറ്റു. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അടുത്ത 5 ദിവസം ശബരിമലയിലും ഉണ്ടായേക്കും. ദേവസ്വം ബോർഡ് അംഗമായി കെ രാജു ആണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS സത്യപ്രതിജ്ഞ ചെയ്തു. ദേവസ്വം ബോർഡ് അംഗമായി കെ രാജു ചുമതല ഏറ്റെടുത്തു. ചടങ്ങിന് ശേഷം പുതിയ ഭരണസമിതി ശബരിമലയിലേക്ക് പോകും. അടുത്ത 5 ദിവസം ശബരിമലയിൽ ഉണ്ടാകും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS ആണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗമായി കെ രാജു ആണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ചടങ്ങിന് ശേഷം പുതിയ ഭരണസമിതി ശബരിമലയിലേക്ക് പോകും. അടുത്ത 5 ദിവസം ശബരിമലയിൽ ഇവർ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അല്പസമയം മുമ്പാണ് ശബരിമല ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി വന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് കെ ജയകുമാർ IAS സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗമായിട്ട് കെ രാജുവും ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദമടക്കം ചർച്ചയായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡിന് പുതിയ ഒരു മുഖം വരുന്നത് എന്നുള്ളതാണ്. വേദി നോക്കിയാൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PK പ്രശാന്ത്, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി VN വാസവൻ, അതുപോലെ തന്നെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, മന്ത്രിമാരായ B ശിവൻകുട്ടി, GR അനിൽ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പഴയ ഭരണസമിതിക്ക്, അതായത് PK പ്രശാന്ത് PS പ്രശാന്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പഴയ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പക്ഷേ സ്വർണ്ണപ്പാളി വിവാദം അത് ഈ ഭരണസമിതിയിലേക്ക് കൂടി വന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ഭരണസമിതി വരട്ടെ എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മാറി പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ചടങ്ങിന് ശേഷം പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടികൾക്കൊക്കെ ശേഷം പുതിയ ഭരണസമിതി ശബരിമലയിലേക്ക് പോകുമെന്നുള്ളതാണ് അറിയുന്നത്. അടുത്ത 5 ദിവസം ശബരിമലയിൽ ഉണ്ടായേക്കും എന്നുള്ളതും അറിയുന്നുണ്ട്. എന്തായാലും എന്താണ് പുതിയ പ്രസിഡന്റിന് പറയാനുള്ളത് എന്നുള്ളത് ഈ ചടങ്ങിനൊക്കെ ശേഷം നമുക്ക് കാണാൻ കഴിയും. അതേസമയം തന്നെ പഴയ പ്രസിഡന്റ് PS പ്രശാന്ത് ഉള്ളവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് പുതിയ ഭരണസമിതി ചുമതല ഏൽക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്.